ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തത് നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബൺ സാൻഡ്വിച്ചാണ്. 2 തരത്തിലുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളെ ഷവർമൻ്റെ ഒരു ടേസ്റ്റായിട്ട് വരും ഇത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഇതുപോലെ നീളത്തിലുള്ള ബണ്ണെടുത്തിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടും വേറെ വേറെ പോകാത്ത രീതിയിൽ കട്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബണ്ണും എടുക്കുക. അതുപോലെ തന്നെ ബ്രെഡിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു കക്കിരിൻ്റെ പകുതി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജും എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിൻ്റെ കുരു കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജും ക്യാപ്സിക്കല്ലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് ഫ്രൈ ചെയ്ത് ചിക്കൻ ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മയോണൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഇതിൽ മയോണൈസ് വേണ്ടത് അതിനനുസരിച്ച് മയോണൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആകണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഫിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കീറി വെച്ച ഇതുണ്ടല്ലോ ബണ്ണ്, അതിലേക്ക് മയോണൈസോ കെച്ചപ്പോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മയോണൈസ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മയോണൈസും ഒരു ഭാഗം കെച്ചപ്പും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 2 ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമില്ല. ചിലവർക്ക് മയോണൈസ് ഇഷ്ടം ഉണ്ടാവില്ല, കെച്ചപ്പിനോടായിരിക്കും ഇഷ്ടം. അത് നോക്കിയിട്ട് പിസ്സ സോസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പുറം ഭാഗത്ത് മാത്രമാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലും ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് കുറച്ച് കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസോ ഒന്നാക്കി കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സോസൊക്കെ ഇഷ്ടമുള്ള പോലെ ആക്കി കൊടുക്കാം. അപ്പോൾ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സോസും കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീസും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചീസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഉള്ളിലും പുറത്തും എല്ലാം വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ട് ചീസൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അതിൻ്റെ ഒരു സ്പേസൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അതാ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വന്നാൽ ഒരിക്കലെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ രണ്ടാമതായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫജിദ സാൻഡ്വിച്ചാണ്. ഫജിദ ഫില്ലിങ് സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുറച്ച് വലിയ പീസായിട്ടാണ് ഇതിൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഫജിദക്ക് നീളത്തിലാണ് കേട്ടോ കട്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പുറം ഇപ്പുറം ഒന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ഭാഗമായിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ തന്നെ പീസാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാൻഡ്വിച്ചിൽ അത്യാവശ്യം ചിക്കൻ തന്നെ നല്ലോണം ഒന്ന് കടിക്കാൻ വേണ്ടി കിട്ടണം, അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ക്രഷ് ചെയ്യല്ലേ, അങ്ങനെയൊന്നും ആക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ പീസാക്കിയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നീളത്തിൽ കട്ടാക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്, നല്ല കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി പീസിൻ്റെ അതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഫുൾ കോഴി വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് അതുപോലെ നീളത്തിൽ കട്ടാക്കാനല്ലോ പറ്റുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ടാണ് ഈ ഒരു പീസാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കും പിന്നെ ഒരു ഉള്ളിയും ഇങ്ങനെ നീളത്തിലൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കും ഓരോന്നും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, നന്ന വലിയ ഉള്ളിയല്ല. എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ, ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ക്യാപ്സിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ വെന്തുടയണമെന്നില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് വേണം, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സമയം ഇത് വെച്ചത്. അപ്പോൾ ഇതാ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചീസ് ഇടുന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഇട്ടിട്ട് ഒന്ന് പിന്നെ അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചീസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചീസ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മെൽട്ടായി വരുന്നവരൊന്ന് അടിച്ച് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് ബണ്ണിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബണ്ണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാനുണ്ട്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബണ്ണ് ഇങ്ങനെ നടുവിലേ കൂടി ഒന്ന് കീറി കൊടുത്തതാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഇഷ്ടമുള്ളത് നമുക്കിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പിസ്സ സോസോ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മയോണൈസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കെച്ചപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് മയോണൈസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് പൊറോട്ടയിലും ചെയ്യാം, ചപ്പാത്തിയിലും ഏതിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. മുമ്പ് ഞാൻ ചപ്പാത്തിയിൽ റോൾ ചെയ്തെടുക്കുക ചെയ്തത്. ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കഴിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചീസിൻ്റെ ആ ഒരു ഇതെല്ലാം കണ്ട ചീസൊക്കെ വെളിഞ്ഞ് കിട്ടുന്നത്, അപ്പോൾ അതിനോട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കുക, ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മൾ ചിക്കനാണ് കേട്ടോ, ചിക്കൻ തന്നെ ഇതിൽ കൂടുതൽ കഴിക്കാൻ കിട്ടണം. അപ്പോൾ ഇതൊറ്റ ഒന്ന് തിന്നാൽ തന്നെ മതി കേട്ടോ, വയറ് ഫുള്ളാവും. അപ്പോൾ ഈ 2 സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഈ റമദാനിന് ഈ 2 സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.